ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഒരു വഴിയുണ്ടല്ല, ഒരു വഴിയേ ഉള്ളൂ. ഇങ്ങനെ എഴുതി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ എഴുതി കൊടുക്കുന്ന സമയത്ത് ഒരു വില്ലും കൂടി എഴുതി വെക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് പ്രായമായ വ്യക്തികളെ ഉപദ്രവിക്കുന്നതും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതുപോലെ ഒരു വിഷയമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കും. ഒരു ഭാഗം അടിച്ചിട്ടില്ല. ഇതൊരാഹാരം കഴിച്ചിട്ടില്ലേ? വേണ്ട വേണ്ട. ഇത്രയും സമയമായിട്ടും ആ വ്യക്തി ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം വ്യക്തി പറയുന്നുണ്ട് എനിക്ക് വേണ്ട വേണ്ട എന്നൊരു കാര്യം. അതിന് രണ്ടിനും ആ വ്യക്തി തന്നെ ഉത്തരം തന്നിട്ടുണ്ട്. ഈ ഒരു വിഷ്വൽസ് കണ്ടു നോക്കൂ. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇത്രയും സമയമായിട്ടും ഭക്ഷണം ലഭിക്കാത്തത് എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. 5-6 ദിവസമായി മര്യാദയ്ക്ക്, അതായത് നന്നായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് എന്നുള്ളൊരു കാര്യം. ഇത് കണ്ടു നോക്കൂ. 11 വർഷം കൊണ്ട് അവർ എന്നെ സ്വന്തമായിട്ട് കഴിയാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം. ഭാര്യ എവിടെ? ഭാര്യ ഇവിടെ ഉണ്ട്. എല്ലാവരും രാത്രി ഇവിടെ വരും. രാത്രി രാവിലെ വണ്ടി എടുത്തങ്ങ് പോകും. ഭാര്യയും മോളും കൂടെ. എവിടെ പോകുന്നു? എവിടെ പോകുന്നു എന്നറിയില്ല. പക്ഷെങ്കിൽ ഭാര്യയും മക്കളൊക്കെ രാത്രി വരും, രാവിലെ പോകും. എവിടെ പോകുന്നു എന്നറിയില്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു കാല് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പൊള്ളിയതിനുള്ള കാരണം ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ചൂടുവെള്ളം കയ്യിൽ നിന്ന് തട്ടി മറന്നു എന്നാണ്. എന്നാൽ അതേസമയം നാട്ടുകാർ പറയുന്നത് ഇത് കരുതിക്കുട്ടിയ ഫാമിലി ഈ വ്യക്തിയെ മേലെ ഒഴിച്ചതാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൽ ഏത് വിശ്വസിക്കണം? നമുക്ക് ആ വ്യക്തിയെ തന്നെ വിശ്വസിക്കാം. ആ വ്യക്തി തന്നെ അത് പറയുന്നതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാം. എന്നാൽ അതേസമയം ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എന്നൊരു കാര്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഫുഡ് കൊടുക്കാം വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഫുഡ് കൊണ്ടു കൊടുക്കാൻ നേരത്തെ ഫുഡ് കൊടുക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചു കൊടുത്തത് തട്ടിക്കളയും. അതിപ്പം ഈ വിഷ്വൽസിൽ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രായമായ വ്യക്തിയുടെ സഹോദരനാണ്. ഈ സഹോദരൻ ഫുഡുമായി ചെന്നപ്പോൾ അത് തട്ടിക്കളഞ്ഞു, ഭാര്യ തട്ടിക്കളഞ്ഞു എന്നാണ് ഈ വ്യക്തി പറയുന്നത്, ഈ സഹോദരൻ പറയുന്നത്. അതിന്റെ വീഡിയോ വിഷ്വൽസും കൂടി ഉണ്ട്, അതും കൂടി കാണാം. ആഹാരം കഴിച്ചോട്ടെ. ആൾക്കാര് കുറച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ ആ ഭക്ഷണം തട്ടിക്കളയുകയാണ് ഈ ഭാര്യ ചെയ്തിട്ടുള്ളത്. കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് അവിടുത്തെ മെമ്പർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. താഹിറിൻ്റെ അനിയൻ പറഞ്ഞു, ഞാൻ ഇപ്പം അങ്ങോട്ട് ചെന്നാ ചേച്ചി എന്നാ അവള് ചേച്ചിയെ കൂടെ എടുത്ത് ഇവൻ്റെ ഭാര്യ ഭയങ്കര നാക്കാണ്. ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്നാൽ അതേസമയം ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഫുഡ് ഇവിടെ കൊടുക്കാൻ ഒക്കൂല. അതാണ്ട് ഈ ഇവിടെ വന്നാണ് ഞാൻ കൈ വരെ കഴിയോ ചോദിച്ചു നോക്കിയാൽ മതി. ഇത്തിരി കൈ കഴുകാൻ വെള്ളം ചോദിച്ചാൽ പറയാം ഇവിടെ വെള്ളമൊന്നും ഇല്ല. ഞാൻ ഇത്തിരി വായിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഇവരെ വീട്ടിൽ പോയി ഞാൻ കൈ കഴുകി. വെള്ളം ചോദിച്ചപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ആ വ്യക്തിയുടെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം. ഇങ്ങനെ പുറത്തുള്ള ഒരാളോട്, അതായത് ഈ വ്യക്തിയുടെ സഹോദരനോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയോട് ആരുമില്ലാത്ത സമയം എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവരുടെ മക്കളാണ്. മക്കൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മക്കൾ ഈ വ്യക്തിയെ ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ള ഒരു കാര്യമാണ്. അത് ഈ വിഷ്വൽസ് കണ്ടാൽ തിരിയും. ഒറ്റ മണിക്കൂർ നോക്കല്ല. ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗൾഫിൽ പോയി ഉണ്ടാക്കി. ഇപ്പോഴത്തെ മക്കൾ കളഞ്ഞിട്ട് പോയി. എന്നും അതുപോലെ തന്നെ അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ. ഇവർ പോലും തിരിഞ്ഞു നോക്കാൻ വയ്യ. മൂന്നാമത്തെ അനിയനുണ്ടായിരുന്നു. കഴിഞ്ഞ മെനിഞ്ഞാന്ന് വന്നിട്ട് 2 ദോശ ഉണ്ടെന്നപ്പോൾ അത് പിടിച്ചു വെച്ച് ദൂരെ എറിഞ്ഞ്. മക്കൾക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയിട്ട് പണിയെടുത്ത് അവരെ നോക്കിയ ഒരു വ്യക്തിയാണ്. അവരെ ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ വ്യക്തി ചെയ്ത തെറ്റെന്താണ്? ഈ വ്യക്തി ചെയ്ത ഒരു തെറ്റുണ്ട്. അത് ഈ വീഡിയോ കണ്ടോ. ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായിരുന്നു.
ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു. മൂത്ത മോൻ MBA കാരനാണ്, മോൾ MSc കാരനാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി. ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി, എന്നെ അങ്ങ് വിട്ടങ്ങ് പോയി. ഇപ്പൊ എന്നെ ആരും നോക്കുന്നില്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞുള്ളത്. ആ വ്യക്തിയിൽ നിന്ന് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ ഭാര്യക്കും മക്കൾക്കും എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വ്യക്തി ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് കൂടുതലും നടക്കുന്നത് പ്രവാസികളില്ല. കാരണം നാട്ടിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികളൊക്കെ സ്വത്തുക്കളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവാം. കാരണം അവർ ഇവിടുന്ന് വർക്ക് ചെയ്തു അവർ തന്നെ സ്വത്തുക്കൾ വാങ്ങിക്കുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവാം. എന്നാൽ അതേസമയം പ്രവാസികൾ എന്ന് പറയുന്നത് അവിടുന്ന് പണം അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും ബന്ധുക്കളുടെ പേരിലായിരിക്കും, ഭാര്യയുടെ മക്കളുടെ പേരിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാകുക അധിക വശവും. അതുപോലെ തന്നെ നാട്ടിലുള്ള വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മക്കൾക്കും ഭാര്യക്കോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ എല്ലാ സ്വത്തുക്കളും വീതിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടല്ല, ഒരു വഴിയേ ഉള്ളൂ. ഇങ്ങനെ എഴുതി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ എഴുതി കൊടുക്കുന്ന സമയത്ത് ഒരു വില്ലും കൂടി എഴുതി വെക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ ഒരു വില്ല് എഴുതി വെക്കുക, അതായത് മരണം വരെ ഈ മക്കൾ നമ്മളെ നോക്കുമെന്നുള്ള ഒരു വില്ല് എഴുതി വെക്കുക. കാരണം ഈ ഒരു വില്ല് എഴുതി വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ഈ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അവര് നമ്മളെ നോക്കിയിട്ടില്ല, അതായത് ആ മാതാപിതാക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ തിരിച്ച് മാതാപിതാക്കൾക്ക് തന്നെ തിരിച്ചു വരാനുള്ള റൂള് ഇവിടെ ഈ ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത് എഴുതേണ്ട ഒരു വിൽ പത്രം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം, അതായത് ഈ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം മാത്രമേ ഈ സ്വത്തുക്കൾ ഈ മക്കൾക്ക് പോവുകയുള്ളൂ എന്നൊരു കാര്യം എഴുതി വെക്കുക. ഇത് മാത്രമാണ് ചെയ്യാനുള്ളത്. കാരണം അല്ലാതെ സ്വത്തുക്കൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതൊരു ന്യൂസ് അല്ല, ഇതുപോലത്തെ ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഓരോ ആൾക്കാരും അനുഭവിച്ചിട്ട് അത് ന്യൂസസിലൊക്കെ വന്നിട്ട് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഒരു കാരണവശാലും സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.